മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നാളെ മാർച്ച് 29 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC എക്സാം നടക്കാൻ പോകുന്ന. ആദ്യം തന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇവിടുന്ന് പറയുന്നത് ഓൾ ദി ബെസ്റ്റ്. പോയി മിന്നിച്ചുക, തകർത്തുക. ഓക്കെ, അപ്പൊ നാളെ എക്സാമിന് പോകുന്നവർ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും കരുതേണ്ടത്? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ കുറെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്മിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഒന്ന് നോക്കുക. ഫസ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് കൊണ്ടുപോവുക. ഈ അഡ്മിഷൻ ടിക്കറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. അഡ്മിഷൻ ടിക്കറ്റ് കൊണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കാണും. അത് ആ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. അതിനുശേഷം ID പ്രൂഫ് ആയിട്ടുള്ള ഒന്നുകിൽ നിങ്ങളുടെ ആധാർ, അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ID പ്രൂഫിന്റെ ഒറിജിനലും കൂടെ കൊണ്ടുപോവുക. ഫോട്ടോ കോപ്പി അല്ല, മറിച്ച് ഒറിജിനലാണ് കൊണ്ടുപോവേണ്ട. ഓക്കെ, അതിനുശേഷം ഒരു 3 ബോൾ പെന്നും കൂടെ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക. 3 വേണ്ട, ഒരു ബോൾ പെൻ മാത്രം മതി. ബ്ലൂ ഓർ ബ്ലാക്ക് കളറിലുള്ള ജെല്ലല്ല, മറിച്ച് ബോൾ പെൻ കൊണ്ടുപോവുക. അഥവാ ഒരെണ്ണം എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മറ്റേ പെന്ന് യൂസ് ചെയ്യാം. അതിനും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മൂന്നാമത്തെ പെന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്ന് അഡ്മിറ്റ് കാർഡ്, അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്, അത് കൊണ്ടുപോവുക. അതിനുശേഷം ഒരു 3 ബോൾ പെന്ന്, പിന്നെ നിങ്ങളുടെ ID പ്രൂഫ് ഏതൊക്കെയാണ്, ഒന്നുകിൽ ആധാർ, അല്ലെങ്കിൽ ലൈസൻസ്, അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്. അത്രയാണ് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കാൽക്കുലേറ്റർ, അതേപോലെ പെൻ ഡ്രൈവ്, ഡിജിറ്റൽ ഡയറി, മൊബൈൽ ഫോണ്, പിന്നെ അതേ കണക്ക് തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ഇത്ര മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി വേറെ എന്തൊക്കെ പറയുന്നത്, ഇലക്ട്രോണിക് വാച്ച്, ബാക്കി ആ കാര്യങ്ങളൊക്കെ മൊത്തം പറയുന്നുണ്ട്. സ്പൈ ക്യാമറ, ഗ്ലാസ്, പിന്നെ പ്രോഗ്രാമബിൾ ഡിവൈസ്, അതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. ഒരു PSC പരീക്ഷയ്ക്ക് എങ്ങനെയാ പോകുന്നത് ആ സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നാളെ എക്സാമിന്റെ സമയം വരുന്നത് എപ്പോഴാണ്? നാളെ എക്സാമിന്റെ സമയം വരുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാമിന്റെ സമയം വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1:30 ശേഷം അവിടെ എൻ്റർ ആകുന്ന ആരെയും എന്ത് ചെയ്യത്തില്ല, എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എനിക്കിവിടെ എടുത്തു പറയാനുള്ളതും, നമുക്ക് കേരളത്തിലാകെ ഒരൊറ്റ എക്സാം സെന്റർ, അല്ലെങ്കിൽ ഒറ്റ ജില്ലയിൽ മാത്രമേ എക്സാം സെന്റർ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ എക്സാം സെന്റർ ഉള്ളൂ. അപ്പൊ വടക്കോട്ടുള്ള എല്ലാ ആൾക്കാരും തിരുവനന്തപുരത്ത് വന്ന് വേണം എക്സാം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ തന്നെ ചിലപ്പോൾ ട്രെയിനൊക്കെ ആണെങ്കിൽ മേ ബി 12 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കാണും, 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കാണും. ദയവേത് ആ ട്രെയിനിലൊന്നും കയറി വരരുത്. കാര്യം ട്രെയിനാണ്. എന്ത് വേണോ സംഭവിക്കാം, താമസിക്കാം, പിടിച്ചിടാം, എന്ത് വേണോ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ, 10 10:30 ആ സമയത്ത് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സാം സെന്ററിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ഇത്രയും നേരത്തെ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ പറയുന്ന ദൂരെയുള്ള ജില്ലക്കാരാണ്. അപ്പൊ അവർ വരുമ്പോൾ എന്ത് വേണോ സംഭവിക്കാം. റോഡാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാം, ട്രെയിൻ ആണെങ്കിൽ പിടിച്ചിടാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നിങ്ങൾ എത്താൻ ശ്രമിക്കുക. കാര്യം 1:30 കഴിഞ്ഞാലും ഇപ്പൊ തിരുവനന്തപുരം ജില്ലയാണെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ആണെങ്കിലും, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ര വലിയ വീതിയേറിയ റോഡുകളും ബാക്കിയൊന്നും അല്ല ഇവിടെ ഉള്ളത്. മാത്രമല്ല അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ഒരു ജില്ലയാണ്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കിടക്കും. ഒക്കെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെഞ്ഞാറമൂട് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ വഴുതക്കാട് ആയിക്കോട്ടെ, തിരുമല ആയിക്കോട്ടെ. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് ഒരു ബ്ലോക്ക് വന്നാലും നമ്മൾ അവിടെ കിടക്കും. ഓക്കെ, മാത്രമല്ല ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്ന സമയമാണ്, ഇലക്ഷനാണ്. ആ ഇലക്ഷന്റെ പ്രചരണവും ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. റോഡൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഒരു 10:30 11 മണിക്കകത്ത് തന്നെ നിങ്ങൾ അവിടെ എത്താൻ ശ്രമിക്കുക. 2 മണിക്കൂർ നമ്മളോട് നിൽക്കേണ്ടി വരും, കുഴപ്പമില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ വായിക്കാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് വായിക്കാൻ പറ്റും, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇനി അതിനുശേഷം 1:30 മണി മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1:30 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയം, അതേപോലെ തന്നെ നിങ്ങൾക്ക് OMR തരുന്ന സമയം. ആ OMR ഫില്ല് ചെയ്യേണ്ട സമയമാണ് ഈ 1:30 മുതൽ 2 വരെ. OMR ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, അവിടെ നിങ്ങളെ സീരിയൽ നമ്പർ കാണും. ആ സീരിയൽ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ സീരിയൽ നമ്പർ ഫില്ല് ചെയ്യാവൂ. കാര്യം ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ OMR ബാക്കിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒരു ഡോട്ട് ഇട്ട്, ജസ്റ്റ് ഒരു ചെറിയൊരു ഡോട്ട് ഇട്ടതിന് ശേഷം മാത്രം അതങ്ങ് ഫില്ല് ചെയ്തേക്കുക. അപ്പൊ തെറ്റാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ KDRBയുടെ എക്സാം എഴുതുന്നത്. അപ്പൊ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എങ്ങനെയാണോ PSC എക്സാം എഴുതുന്നത് അതേപോലെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ അവരെ ശ്രദ്ധിക്കുക, നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാവൂ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കുക? തൊട്ടടുത്തുള്ള ഇൻവിജിലേറ്ററോട് ഇപ്പൊ പറയുക, എനിക്ക് ഈ കാര്യം സംശയമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതിനകത്ത് ഒരു മടിയുമാരും വിചാരിക്കരുത്. ഓക്കെ, അപ്പോ നാളെ
2 മുതൽ 3.4 വരെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD നോക്കുകയാണെങ്കിൽ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? മാത്സ് വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ ഇംഗ്ലീഷ് വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, മലയാളം വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, അത് കഴിഞ്ഞ IT ആണെങ്കിലോ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഓക്കെ, അതിനുശേഷം കറണ്ട് അഫയേഴ്സ് വന്നിട്ട് 13 ക്വസ്റ്റ്യൻസ് 13 മാർക്കായിരുന്നു. ദെൻ അത് കഴിഞ്ഞ നമ്മുടെ GK ഏരിയ മൊത്തം വരുന്നത് 27 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് കിട്ടും. ഒരു നെഗറ്റീവ് ആണെങ്കിൽ 0.33 ആയിരിക്കും പോകുന്നത്. നോർമലി ഒരു PSC എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സിൽ ഒരുപാട് സമയം നിങ്ങൾ കളയാൻ നിൽക്കരുത്. അതായത് എവിടെയെങ്കിലും നിങ്ങളുടെ സമയം ഒരുപാട് പോവുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും? മാത്സിനകത്തായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ചിലപ്പോൾ KDRB ഒക്കെ ആണെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചില മാത്സ് ഒക്കെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ആൻസർ നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കും, അറിയാവുന്ന ക്വസ്റ്റൻ ആയിരിക്കും, പക്ഷെ ആൻസർ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും 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 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ക്വസ്റ്റൻ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അത് പിന്നെ വിട്ടേക്കാം. ആ ക്വസ്റ്റൻ മേ ബി തെറ്റായിരിക്കാം. ഒരുപാട് സമയം അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആകെ നിങ്ങൾക്ക് 1.25 മണിക്കൂർ മാത്രമേ എക്സാമിന് സമയം കിട്ടത്തുള്ളൂ. അതായത് 75 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ്. സോ സമയം വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ അവിടെ മാത്സ് ആൻസർ ഒക്കെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് ഉണ്ട്. വലിയ പ്രശ്നമൊന്നും വരത്തില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മലയാളം പ്രശ്നം കാണത്തില്ല, IT പ്രശ്നം കാണത്തില്ല, സ്പെഷ്യൽ ടോപ്പിക് പ്രശ്നം കാണത്തില്ല. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആണെങ്കിൽ മക്കളെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ഡീപ്പിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനെയൊക്കെ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിട്ട് വരുന്നത്. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പോവുക. ഒരിക്കലും ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യൻ പാടായിരുന്നു അതുകൊണ്ട് മൊത്തം ഒന്ന് തളർന്നു പോകരുത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ വിചാരിക്കാം, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, ഞാൻ അത് അറ്റൻഡ് ചെയ്യും, മുന്നോട്ട് പോകും. ഓക്കെ, എപ്പോഴും മനസ്സിന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വെച്ചിരിക്കുക. നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്വയം സംസാരിക്കുക. ആരാണ് ഞാൻ? എവിടെ നിന്നാണ് ഞാൻ വന്നത്? എന്റെ ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിയെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ മിടുക്കനാണ്, ഞാൻ സൂപ്പർബാണ്. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടാണ് പോകുന്നത്, ഇത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അല്ലാതെ ഒരു മഴയത്ത് ആ എക്സാം സെന്ററിൽ പോയി ഒതുങ്ങാൻ പോകുന്ന ഒരാളല്ല. രാത്രി പകലാക്കി പഠിച്ച് 8 മാസം മാറ്റിവെച്ച് 8 മാസം ഈ എക്സാമിന് വേണ്ടി മാറ്റിവെച്ച് ഇത്രയും സമയം പഠിച്ച ഒരാളാണ് നിങ്ങൾ. ഇത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് അവിടെ പോകുന്നത്. സോ എഫേർട്ട് കൊടുത്തവന് അതിന്റെ റിസൾട്ടും കിട്ടിയിരിക്കും, ഒരു സംശയവും. നിങ്ങൾ നാളെ എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റി, പഠിച്ച ക്വസ്റ്റ്യൻസ് മൊത്തം വന്നു, ജോലി ഉറപ്പിച്ചു, ആ സന്തോഷം മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. പോയി തകർത്തിട്ട് വേണം നിങ്ങളെ ദിവസമായിരിക്കും നാളെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യും. അതായത് 300+ അവേഴ്സിന്റെ ക്ലാസ്സസ്, സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണെങ്കിൽ ഒരു 35+ അവേഴ്സിന്റെ ക്ലാസ്സസ്, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ, ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, ഒരുപാട് മെന്റർഷിപ്പ് സെഷൻസ്, ഒരുപാട് മോട്ടിവേഷൻ സെഷൻസ്, ഒരുപാട് നല്ല നോട്ട്സ്, കൂടെ നിന്ന് ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം കട്ടയ്ക്കുള്ള സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മുടെ യൂട്യൂബിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു മാരത്തോൺ നമ്മൾ തന്നു. ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഉള്ള ഒരു അടിപൊളി മാരത്തോൺ നമ്മൾ, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ തന്നു. അങ്ങനെ ഒരുപാട് നോട്ട്സ് നമ്മൾ തന്നു. ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് നമ്മൾ തന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഞങ്ങളുടെ പിള്ളേരാണ് നാളെ എക്സാം എഴുതാൻ പോകുന്നത്. മക്കളെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. നാളെ പോയി തകർത്തിട്ട് വാ. നാളെ നിങ്ങളുടെ ദിവസമായിരിക്കും. 2 കാര്യങ്ങൾ ഓർക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഏതൊക്കെയാണ്? 1 പേന, അതേപോലെ തന്നെ ID കാർഡ്, ദെൻ അഡ്മിഷൻ ടിക്കറ്റ്. ഇത് 3ഉം എടുത്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അതിനുശേഷം സന്തോഷമുള്ള ഒരു മനസ്സായിട്ട് പോവുക, ടെൻഷൻ അടിക്കാതെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷമുള്ള മനസ്സായിട്ട് പോവുക. ഞാനാ പറയുന്നത്, നിങ്ങൾ പഠിച്ചതേ വരത്തുള്ളൂ, നിങ്ങൾ പഠിച്ചത് മാത്രമേ വരത്തുള്ളൂ. എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ശ്രദ്ധിച്ചോളണം, സമയം ഒരുപാട് കളയരുത്. അതായത് ഓരോ ക്വസ്റ്റ്യനും വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് പോവുക, വച്ചുകൊണ്ടിരിക്കരുത്. ലാസ്റ്റ് നമുക്ക് സമയം കിട്ടത്തില്ല. വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. പിന്നെ അതേ കണക്ക് ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ ടെൻഷൻ ആവരുത്, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ചില ക്വസ്റ്റ്യൻസ് പാടാണെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാം എളുപ്പമായിരിക്കും. ഇനി അതേസമയം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാക്സിമം നെഗറ്റീവ് അടിക്കാതെ അറിയാവുന്ന എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ നിന്നാണ് പറയുന്നത്, ഓൾ ദ ബെസ്റ്റ്. പോയി തകർത്തിട്ട് വാ. ഓക്കെ, ഇനി സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്തു. നമ്മൾ ഇന്നലെ നടത്തിയ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കേക്ക് മൊത്തം ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് റൗണ്ട് റിവിഷന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൈക്രോ മെറ്റീരിയൽസ് മൊത്തം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പോവുക. ഒരിക്കൽ ഇവിടെ നിന്ന് ഓൾ ദ ബെസ്റ്റ്.